വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിച്ചറ ഡയമന് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ. കരം പിരിച്ചു കഴിഞ്ഞോടാ? പിരിച്ചോണ്ടിരിക്കണോ? പോയി പിരിടാ. കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങുന്നവർക്കും വാശിയൊന്നുമില്ലല്ലോ. തിരിക്കാതെ പെണ്ണുപിള്ളേ. മുരുകപ്പ, ഉങ്കപ്പന് വായിക്കറിയിടാൻ നീ ബാക്കി വേണം. വേഗം ചുവന്ന് മാറ്റടാ. പിരിവൊക്കെ കഴിഞ്ഞോട്ടോ ചാപ്പേ? കഴിഞ്ഞു. എന്റെ വീതം തിരിച്ചോണ്ട് താടോ. കിട്ടൂല. അല്ലേ? എന്തോടാ? നിങ്ങള് ഭാഗ്യവതിയാണ് കേട്ടാ. നിങ്ങക്ക് മാത്രം കരമില്ല. അന്തിക്കൂട്ടിന് പുരയിൽ ഒരാളുണ്ടെന്നറിഞ്ഞു. മഹലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ. മാലിനി നദിക്കരയിൽ പൊൻമീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തള. കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡയമണ്ട് എന്ന ദുഷ്യന്തൻ. ആരോടും പോയി പറയരുതീ കഥ ഡൈമ, പൊന്ന് ഡൈമ. മത്തിയാണല്ലേ? ഇത്തിരി അഴിയതും കൂടെ. അതായത്ര നാറ്റം. മുരുകപ്പ, എന്താപ്പനെ മീൻ ചന്തയെ കയറിയോ? വല്ലാത്തൊരു മീൻനാറ്റം. ചന്തക്കകത്ത് കാറ്റടിച്ചാ പിന്നെ അത്ര മടക്കോടെ അപ്പാണ്ടി കഴുത. അതവിടെ വയ്ക്കും. കരം കൊടുത്തു. പിള്ള പോ. താനും നില മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ? ക്യാബേജ് എടുക്കാതെ പിള്ളേ. പറഞ്ഞു. പറയാതിരിക്കാൻ നിവർത്തിയില്ല. തനിക്കെന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ്? ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പൻ മാധവൻ കുട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തന്നെത്താനെ കൊലച്ചോറ് ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ വാട്ടി. നേരെ ചൊവ്വേ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലടാ. ഡൈമൻ കൊച്ചാട്ടനെ ഞാൻ എവിടെയൊക്കെ തപ്പി. കൊച്ചാപ്പി, നീ തപ്പേണ്ടടുത്ത് തപ്പിയില്ല, ഡയമനെ കിട്ടിയില്ല. ഈ വരിയൊക്കെ പിരിച്ചോടാ. പിരിച്ചു. കണക്ക് നോക്കുമ്പോ കാണണം. ആ കപ്പ കച്ചവടക്കാരെ മാത്രം തന്നില്ല. അവൻ വീണ്ടും കടം പറഞ്ഞോ? പറഞ്ഞു. അപ്പി കേട്ടോണ്ടിങ്ങി പോന്നു. കഷ്ടം തോന്നി. അവന്റെ കൊച്ചിന് തൂറ്റലും ചർദിലുമായി ആശുപത്രിയില്ല. കൊച്ചാപ്പി ക്രിസ്തുവാകരുത്. കെട്ടിയ കൊച്ചുങ്ങളുണ്ടാകും, ആശുപത്രിയിലാവും, ചിലപ്പോ ചത്തുവും. അതൊന്നും പുത്തരിയല്ല. കടയെടുത്താ തുറക്കണം, കച്ചവടം നടത്തണം, കരം തരണം, ഇല്ലേ കളഞ്ഞിട്ട് പോണം. പിടി. കൊച്ചാട്ടൻ പോയി ചോദിച്ചു. എനിക്ക് വയ്യ. കൊച്ചിന്റെ തൂറ്റലെങ്ങനുണ്ടാ? കുറവുണ്ട്. ആശുപത്രിയിലാണ് ഇപ്പോഴും. അതെ. വലിയ ബുദ്ധിമുട്ടില്ലല്ലയോ? ഒന്നും പറയണ്ട. ആശുപത്രിയിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? അല്ല, അത് അതിപ്പം അവിടുന്ന് ഇവിടുന്നും ഒക്കെ. വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ. അത് ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു. നിന്നെ താരാട്ട് പാടി ഉറക്കാനല്ല. കൈവിട. എടാ തൊട്ടി, വെട്ടിച്ചിറ ഡയമനെ തൊട്ട് കളിക്കാറായി നീ. നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ഷാപ്പിക്കൊണ്ടുപോയി തൊട്ടുകൂട്ടും. എടാ പറട്ടെ, കട നടത്തിയ കരം തരണം. ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ, കൊണ്ടുപോയി വിൽക്കണം. അയ്യോ, വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു. ആമ്പിള്ളാരുടെ കളിച്ചാലേ അടപ്പ് തെറിക്കും. അയ്യോ. ഞാൻ ആരെന്ന് വിചാരിച്ചടാ? എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം. ഇല്ലേ കുത്തിക്കേറി കുടലിയാൻ മാലയിട്ടനെ. പക്ഷെ ഡയമണ്ട് ചട്ടം ഇത് ചെയ്യുകയല്ല. ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട്. നിന്നെ പോലെ അല്ലടാ തെണ്ടി. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എനിക്കിപ്പോ അറിയണം, ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പം മൂപ്പനാണോ എന്ന്. എനിക്കത് അറിയണടാ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. രണ്ടിനെയും കൂടി ഈ ചന്തയ്ക്ക് വേണ്ട.
എല്ലാവരും കരുതി ഡയമണ്ട് കീറിയെന്ന്. ഡയമണ്ട് കീറിയിട്ടില്ല, ഡയമണ്ട് കീറിയിട്ടേ ഉള്ളൂ. മുരുകപ്പ, ആരാടാ ഇവിടെ കൊച്ചുമൂപ്പൻ? എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ ഒരു രോമത്തിന് വിലയില്ല. കൊച്ചുമൂപ്പനും അവന്റെ അപ്പം മൂപ്പനും. ചോര നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ. ഡയമണ്ട് ചട്ടമ്പി, എന്തുവാ ഇത്? ചില്ലറ വരട്ടൽ. വെട്ടിച്ചിറ ഡൈവൻ. എടാ പൊന്നു മോനെ, മേലാ വെള്ളം അടിച്ചോണ്ട് കവലയിലോ ചന്തയിലോ കയറുകയോ ഇമാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്താ നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും, കേട്ടോ? എന്തിനാടാ പട്ടിച്ചങ്ങല? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുഴണ്ടി വരും, അതുകൊണ്ടൊരു ധൈര്യത്തിനാ. ആ, അതിന് ഒരു ഇരുമ്പ് കഷ്ണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി. ഇത് നമുക്ക് വേണ്ട, കേട്ടോ? വെള്ളയ്ക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പമ്മ മീശ? ആകെ കൂടി ബാക്കിയുള്ള ഒരു ആയുധം, അതും കൂടി പോയാ ഈ ഡയമണ്ട് ജോക്കറായി പോവും. പൊന്നും കൊടുത്ത് എന്താടാ പോട്ട്? ഉടനെ പോയി മീശ അങ്ങെടുക്കണം, എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം. മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും, മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും, കേട്ടോ ഡൈമ? ഒന്ന് തിരിഞ്ഞു നിന്നേ. ഡൈമ ഇന്ന